കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തിയ പണിമുടക്കിൽ ആരോഗ്യ മേഖല സ്തംഭിച്ചു. ജില്ലയിൽ IMAയുടെ നേതൃത്വത്തിൽ പണിമുടക്കിയ ഡോക്ടർമാർ കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി. വെള്ളപ്പൊക്കം മൂലം നഷ്ടം സംഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വെള്ളപ്പൊക്കത്തെ മനുഷ്യനിർമ്മിത പ്രളയമെന്ന രീതിയിൽ പ്രചരണം നടത്തുന്നത് ശരിയല്ലെന്ന് മന്ത്രി. പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന് നേരെ ആക്രമണം. ബൈക്കിലെത്തിയ സംഘം ഹെൽമറ്റ് കൊണ്ട് ബസിന്റെ ചില്ല് തകർത്തു. ചിറക്കലിൽ വീട് കുത്തി തുറന്ന 20 പവൻ കവർന്നു. ചിറക്കൽ കിടങ്ങാശ്ശേരി മൊയ്തീൻ ഷായുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കാരണം താണിശ്ശേരിയിൽ ക്ഷേത്രത്തിൽ മോഷണം. വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. കാഞ്ഞാണിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. വീട്ടുപറമ്പിലെ വാഴത്തോട്ടം കാട്ടാനകൾ നശിപ്പിച്ചു. വീടിന് മുൻഭാഗത്തെ മതിലും ആനകൾ തകർത്തു. വാർത്തകൾ വിശദമായി. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിലെ ഡോക്ടർമാർ പണിമുടക്കി. IMAയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർമാർ പണിമുടക്കിയത്. അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ് ഡോക്ടർമാർ ഡ്യൂട്ടിക്കുണ്ടായിരുന്നത്. കറുത്ത ബാഡ്ജ് ധരിച്ചാണ് അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാർ ജോലി ചെയ്തത്. ഡോക്ടർമാരുടെ ഡ്യൂട്ടി ബഹിഷ്കരണ സമരത്തെ തുടർന്ന് ആശുപത്രികളിൽ തിരക്ക് കുറവായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് IMAയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KGMCTAയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരം നടത്തി. IMAയുടെ നേതൃത്വത്തിൽ ജോലി ബഹിഷ്കരിച്ച് സമരം നടത്തിയ ഡോക്ടർമാർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. IMA മുൻ സംസ്ഥാന പ്രസിഡന്റ് MV സുഗതൻ ധർണ ഉദ്ഘാടനം ചെയ്തു. IMA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ദേവദാസ്, IMA മുൻ സംസ്ഥാന സെക്രട്ടറി P ഗോപികുമാർ, ഡോക്ടർ പോൾ റാഫേൽ, ഡോക്ടർ മാർട്ടിൻ P ജോസ്, ഡോക്ടർ P സലീം, ഡോക്ടർ ജോജു മഞ്ഞില തുടങ്ങിയവർ സംസാരിച്ചു. കൊൽക്കത്തയിൽ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടി വധശിക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ തൃശൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്വരാജ് റൗണ്ട് ചുറ്റി തെക്കേ ഗോപുരനടയിൽ തന്നെ സമാപിച്ചു. UNA ദേശീയ സെക്രട്ടറി MV സുദീപ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ ES ദിവ്യ, സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി നിധിമോൻ ഉണ്ണി, ജില്ലാ പ്രസിഡന്റ് ലിഫിൻ ജോൺസൺ, ലിജോ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളപ്പൊക്കം മൂലം നഷ്ടം സംഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുത്തൂരിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ മഴയെ തുടർന്ന് പീച്ചി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടതോടെ മണലിപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വെള്ളപ്പൊക്കത്തെ മനുഷ്യനിർമ്മിത പ്രളയമെന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും ഇത്തരം പ്രചരണം പ്രകൃതി ദുരന്തം മൂലം നഷ്ടം സംഭവിച്ചവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുത്തൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക ദിനാചരണ ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PS ബാബു, സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ലിബി വർഗീസ്, PS സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് ബൈക്ക് യാത്രികർ ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു തകർത്തു. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഭായ് എന്ന ബസിന്റെ ചില്ലാണ് കോഴിക്കോട് നിന്ന് കുന്നംകുളത്തേക്ക് വരുന്നതിനിടെ അക്രമി സംഘം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു തകർത്തത്. ബസിന്റെ എതിർദിശയിൽ ബൈക്കിൽ വരികയായിരുന്ന 2 പേർ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ആക്രമണം നടത്തിയതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. സംഭവം കണ്ടു ഭയന്ന ബസ് യാത്രികയായ വിദ്യാർത്ഥിനി റസ്ലയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീപത്തെ ബാറിൽ നിന്ന് മദ്യപിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവർ ബാറിലും ആക്രമണം നടത്തിയതായി പറയുന്നു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ചിറക്കൽ കോട്ടം റോഡിൽ വീട് കുത്തി തുറന്ന 20 പവൻ കവർന്നു. ചിറക്കൽ കിടങ്ങാശ്ശേരി മൊയ്തീൻ ഷായുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച രാത്രി സഹോദരനെ നെടുമ്പാശ്ശേരിയിൽ യാത്രയാക്കാൻ വീട്ടുകാർ പോയ സമയത്താണ് മോഷണമുണ്ടായത്. വീടിന്റെ മുകൾ നിലയിലെ ടെറസിനോട് ചേർന്നുള്ള വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷണം പോയത്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.
വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. കാറളം താണിശ്ശേരിയിൽ ക്ഷേത്രത്തിൽ മോഷണം. താണിശ്ശേരി അക്കീരം കണ്ടത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. 3 ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തും മേശവലിപ്പ് കുത്തിപ്പൊളിച്ചുമാണ് മോഷ്ടാക്കൾ പണം കവർന്നത്. ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഭണ്ഡാരവും മേശവലിപ്പും കുത്തിപ്പൊളിച്ചത്. 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ മരത്തംകോട് ചിറപ്പുറത്ത് ആശാരി വീട്ടിൽ 50 വയസ്സുള്ള ആനന്ദൻ, അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ 21 വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത്. സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന പ്രവീണിന്റെ സഹോദരൻ പ്രണവിനും ബൈക്ക് യാത്രികൻ എരുമപ്പെട്ടി സ്വദേശി യഹിയ ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും അപകടത്തിൽ പരിക്കേറ്റു. എരുമപ്പെട്ടി ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്കൂട്ടറും കുന്നംകുളത്തു നിന്നും വരികയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടം നടന്ന ഉടൻ തന്നെ ആനന്ദനെ കുന്നംകുളം ആശുപത്രിയിലും പ്രവീണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമല ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവീൺ കഴിഞ്ഞ ദിവസമാണ് അവധിയിൽ നാട്ടിലെത്തിയത്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രവീണിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാതെ സുഹൃത്തുക്കളും നാട്ടുകാരും. പ്രവീൺ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന വീഡിയോ നൊമ്പര കാഴ്ചയായി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. വിദേശത്തായിരുന്ന പ്രവീൺ വ്യാഴാഴ്ചയാണ് നാട്ടിലെത്തിയത്. വെള്ളിയാഴ്ച രാത്രി 10:30 വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിലാണ് മരത്തംകോട് ചിറപ്പുറത്ത് താമസക്കാരനായ പ്രവീണും വല്യച്ഛനായ ആനന്ദനും മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 2 പേരെയും ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു. മരത്തംകോട് ആശാരി വീട്ടിൽ മോഹനന്റെയും ഉദയയുടെയും മകനാണ് പ്രവീൺ. നിർധന കുടുംബമാണ് പ്രവീണിന്റേത്. കുടുംബത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറ്റുന്നതിനു വേണ്ടി 2 മാസം മുൻപാണ് പ്രവീൺ മസ്കറ്റിലേക്ക് വിമാനം കയറിയത്. സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി. വിസ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടിലെത്തി. അന്ന് സുഹൃത്തിനോടൊപ്പം താമസിച്ച് വെള്ളിയാഴ്ച രാവിലെയാണ് സ്വന്തം വീട്ടിൽ എത്തുന്നത്. നാട്ടിൽ വലിയ സൗഹൃദ വലയമുള്ള പ്രവീണിനെ സ്വീകരിക്കാൻ സുഹൃത്തുക്കൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ആ സമയത്ത് മൊബൈലിൽ പകർത്തിയ വീഡിയോ ആണ് നൊമ്പര കാഴ്ചയായി മാറുന്നത്. വീട്ടിൽ നടത്തിയ പൊതുദർശനത്തിൽ പ്രവീണിനെയും ആനന്ദിനെയും അവസാനമായി ഒരു നോക്ക് കാണാൻ നാട് മുഴുവൻ ഒഴുകിയെത്തി. നെഞ്ചു പിടയുന്ന വേദനയോടെയാണ് സുഹൃത്തുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ യാത്രയാക്കിയത്. പ്രവീണിന്റെയും ആനന്ദിന്റെയും സംസ്കാരം ചെറുതുരുത്തി ശ്മശാനത്തിൽ നടത്തി. TCV എരുമപ്പെട്ടി. കാഞ്ഞാണിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അന്തിക്കാട് അഞ്ചങ്ങാടിക്ക് തെക്ക് പള്ളത്ത് 38 വയസ്സുള്ള രവിയാണ് മരിച്ചത്. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ കപ്പേളയ്ക്ക് സമീപമായിരുന്നു അപകടം. യുവാവ് സഞ്ചരിച്ചിരുന്ന ബൈക്കും തൃശൂർ അന്തിക്കാട് റൂട്ടിലോടുന്ന ഇഷാൻ ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തൊടുപുഴ സ്വദേശി ദിലീപിനാണ് പരിക്കേറ്റത്. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് അശ്രദ്ധമായി സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത്. ബസ് പെട്ടെന്ന് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്നും കള്ളുമായി വന്നിരുന്ന പിക്കപ്പ് വാൻ ബസ്സിൽ ഇടിക്കാതിരിക്കുന്നതിന് ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. പിക്കപ്പ് ഇടിച്ച് ഡിവൈഡറിൽ സ്ഥാപിച്ച സിഗ്നൽ പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞു വീണു. ഡ്രൈവറെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സ്റ്റാൻഡിലേക്ക് വരുന്നതും പോകുന്നതുമായ ബസ്സുകൾ ദേശീയപാതയിലേക്ക് അശ്രദ്ധമായി പ്രവേശിക്കുന്നത് മൂലം നിരവധി അപകടങ്ങളാണ് നടക്കുന്നത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. വെറ്റിലപ്പാറ 14-ൽ കുരിയപ്പള്ളി ആന്റണിയുടെ വീട്ടുപറമ്പിൽ വാഴത്തോട്ടം കാട്ടാനകൾ നശിപ്പിച്ചു. വീടിന് മുൻഭാഗത്തെ വലിയ മതിലും ആനക്കൂട്ടം തകർത്തു. ഏറെ നേരം പറമ്പിൽ തമ്പടിച്ച ആനകളെ വനപാലകരെത്തിയാണ് തുരത്തിയത്. വെറ്റിലപ്പാറ 15-ൽ
രണ്ട് വീട്ടുകാരുടെ കൃഷിയിടത്തിലും ആനകൾ നാശം വിതച്ചു. വെറ്റിലപ്പാറ പ്രദേശത്ത് ഏതാനും നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ പൂജ കൊടിമര ചുവട്ടിൽ നടത്തുന്നത് തടയണമെന്ന ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. കൊടിമര ചുവട്ടിൽ പൂജ നടത്താനുള്ള ദേവസ്വം ഭരണസമിതി തീരുമാനം ദേവഹിതവും തന്ത്രിയുടെ അഭിപ്രായവും കണക്കിലെടുത്താണെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അതിനാൽ ഇടപെടാനാകില്ലെന്നും ദേവസ്വം ബെഞ്ച് അറിയിച്ചു. ഭക്തജനങ്ങൾക്കുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് പൂജ കൊടിമര ചുവട്ടിൽ നടത്താൻ തീരുമാനിച്ചതെന്ന് ടി കെ വിപിൻ ദാസ് കോടതിയിൽ ബോധിപ്പിച്ചു. പൂജ നമസ്കാര മണ്ഡപത്തിൽ തന്നെ തുടരണമെന്നാവശ്യപ്പെട്ടായിരുന്നു തന്ത്രി കുടുംബാംഗമായ ചേന്നാസ് മനയിലെ PC കൃഷ്ണനും മറ്റും ഹർജി സമർപ്പിച്ചത്. ഹർജിക്കാർ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ക്ഷേത്രത്തിലെ തിരക്കൊഴിവാക്കാൻ പുതിയ തീരുമാനം സഹായകരമാണെന്നും ദേവസ്വം കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേക സിറ്റിംഗിലാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, ഹരിശങ്കർ വി മേനോൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിച്ചത്. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ആയിരങ്ങളെത്തി. ശനിയാഴ്ച പുലർച്ചെ നിർമാല്യ ദർശനത്തിനായി നട തുറന്നത് മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. 64,81,817 രൂപയാണ് വഴിപാടിനത്തിൽ മാത്രമായി മലയാള വർഷാരംഭ ദിനത്തിൽ ദേവസ്വത്തിന് ലഭിച്ചത്. 21 വിവാഹങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നടന്നു. 258 കുരുന്നുകൾക്ക് ചോറൂണ് നൽകി. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനായി നെയ്വിളക്ക് ചീട്ടാക്കിയ വകയിൽ 21,77,500 രൂപ ദേവസ്വത്തിന് ലഭിച്ചു. ഭക്തർ 16,90,445 രൂപയുടെ തുലാഭാരവും നടത്തി. പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് വില്വാദ്രിനാഥ തിരുസന്നിധിയിൽ ഓണസദ്യ ഒരുക്കി. തിരുവില്വാമല ബ്രദേഴ്സ് കൂട്ടായ്മ ഒരുക്കിയ ഓണസദ്യ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചുണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ കെ കല, ദേവസ്വം മാനേജർ മനോജ് കെ നായർ, തിരുവില്വാമല ബ്രദേഴ്സ് കൂട്ടായ്മ അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുന്നതിനായി ക്ഷേത്രത്തിൽ എത്തിയത്. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ ബാർജ് കരയ്ക്കടിഞ്ഞു. മത്സ്യത്തൊഴിലാളികളാണ് ബാർജ് കണ്ടത്. 400 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള ബാർജ് അഴീക്കോട് മുനമ്പം പാലം പണി നടക്കുന്ന സ്ഥലത്തേക്ക് ബോട്ടിൽ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നതിനിടെ തകരാറിലാവുകയായിരുന്നു. തുടർന്ന് കടലിൽ നങ്കൂരമിട്ട് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. കടലിലെ ഒഴുക്കിൽ നങ്കൂരം ഉൾപ്പെടെ കരയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലാണ്. കാട്ടൂർ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണത്തിന്റെ ഭാഗമായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കാട്ടൂരിലെ ജീർണാവസ്ഥയിലായ കെട്ടിടത്തിലാണ് ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ്, കൃഷിഭവൻ, മൃഗാശുപത്രി തുടങ്ങിയവ പ്രവർത്തിക്കുന്നത്. കാട്ടൂർ പഞ്ചായത്തിലെ എല്ലാ ഓഫീസുകളും ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലെ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിരുന്നു. എന്നാൽ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മൂലം പല ഓഫീസുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായി. നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരുപോലെയുള്ള ഏറെക്കാലമായ ആവശ്യമായിരുന്നു കാട്ടൂരിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്നത്. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ കാട്ടൂരിൽ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ തുക വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ നിന്നും 10 കോടി രൂപ വിനിയോഗിച്ച് കാട്ടൂർ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാണ് തീരുമാനമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഇതിന് മുന്നോടിയായാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. കാലാനുസാരിയായ നിലയിൽ ഏറ്റവും മനോഹരമായ കെട്ടിട സമുച്ചയമായിട്ട് മാറ്റുന്നതിന് ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. 10 കോടി രൂപയാണ് ഇത്തവണത്തെ ബജറ്റിൽ അതിനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികളൊക്കെ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ ഓഫീസുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യപ്രദമായ ഒരു കെട്ടിട സമുച്ചയം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നു വരികയാണ്. ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കി ടെക്നിക്കൽ സാങ്ഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യം. മൃഗാശുപത്രി നിർമ്മാണത്തിന് നേരത്തെ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുള്ളതിനാൽ ഇതൊഴികെയുള്ള മറ്റ് ഓഫീസുകളായിരിക്കും മിനി സിവിൽ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുക. ഓരോ ഓഫീസുകൾക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കുന്ന പ്രാഥമിക രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് അന്തിമ രൂപരേഖ തയ്യാറാക്കും. പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതികാനുമതികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ അറിയിച്ചു. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ കെട്ടിടം പൊളിക്കുമ്പോൾ പകരം പ്രവർത്തിക്കാൻ ഓരോ വകുപ്പുകളും ഉടൻ സ്ഥലം കണ്ടെത്തണമെന്നും മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. 3 മാസത്തിനുള്ളിൽ ഓഫീസുകൾ മറ്റു കെട്ടിടത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു.
TCV ന്യൂസ് ഇരിങ്ങാലക്കുട. വടക്കാഞ്ചേരിയിൽ വാഴയിലയിൽ മണ്ണ് സദ്യ വിളമ്പി കോൺഗ്രസിന്റെ പ്രതിഷേധം. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള കുന്നിടിഞ്ഞ് റോഡിലേക്ക് വീണ് ആഴ്ചകൾ പിന്നിട്ടിട്ടും മൺകൂനയും മറ്റവശിഷ്ടങ്ങളും മാറ്റാൻ നടപടിയെടുക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരം നടത്തിയത്. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ജിജോ കുര്യൻ, PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വാടാനപ്പള്ളിയിൽ തട്ടുകടയുടെ മറവിൽ ഹാൻസ് വിൽപ്പന നടത്തിയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശി ധർമ്മേഷ് കുമാർ ആണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 5 കിലോഗ്രാമിലധികം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പ്രതിയിൽ നിന്നും പിഴ ഈടാക്കി. പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ KR ഹരിദാസ്, സീനിയർ എക്സൈസ് ഉദ്യോഗസ്ഥരായ KV രാജേഷ്, K രഞ്ജിത്ത്, ഡ്രൈവർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സൈബർ സുരക്ഷാ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രഗത്ഭരായ ടെക് ബൈ ഹാർട്ട് പാൻ ഇന്ത്യ തലത്തിൽ സൈബർ സുരക്ഷാ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള സൈബർ സ്മാർട്ട് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ K മീനാക്ഷി അധ്യക്ഷത വഹിച്ചു. സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന വിഷയത്തിൽ ടെക് ബൈ ഹാർട്ട് ചെയർമാൻ ശ്രീനാഥ് ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. സൈബർ ഫോറൻസിക് ആൻഡ് ഇന്റലിജൻസ് കൺസൾട്ടന്റ് G ശരത്, ഡോക്ടർ K രാജേഷ്, സിൻഡിക്കേറ്റ് അംഗം ആഷിഖ് ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഋതം ജ്ഞാനവേദിയുടെ പ്രഭാഷണ പരിപാടി പൂങ്കുന്നം വിവേകാനന്ദ വിജ്ഞാന ഭവനിൽ സംഘടിപ്പിച്ചു. ആധുനിക ശാസ്ത്രത്തിലെ നൂതന മാനങ്ങൾ എന്ന വിഷയത്തിൽ ശാസ്ത്രജ്ഞനും പ്രമുഖ സാഹിത്യകാരനുമായ C രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ വടക്കുംപാട്ട് നാരായണനെ ചടങ്ങിൽ ആദരിച്ചു. സ്വാമി നന്ദാത്മജാനന്ദ, ഡോക്ടർ N വിജയൻ, M വാസുദേവൻ, വിനോദ് അഗ്രശാല തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ 14ാം വാർഷികാഘോഷം പൂനിലാർക്കാവ് മൈതാനിയിൽ ചലച്ചിത്ര താരം ടിനി ടോം ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് PM നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു. സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരം മേളകലാകാരൻ അവിട്ടത്തൂർ രാജപ്പനെ പെരുവനം കുട്ടന്മാരാർ സമ്മാനിച്ചു. പുലാപ്പറ്റ തങ്കമണി, രാമാട്ട് നാരായണൻ നായർ എന്നിവരെ ഗാനരചയിതാവ് RK ദാമോദരൻ ആദരിച്ചു. ചികിത്സാ ധനസഹായ വിതരണം കിഴക്കൂട്ട് അനിയന്മാരാരും വിദ്യാഭ്യാസ അവാർഡ് വിതരണം പരക്കാട് തങ്കപ്പന്മാരാരും നിർവഹിച്ചു. IPS ലഭിച്ച P വാഹിദിനെ ചടങ്ങിൽ ആദരിച്ചു. കല്ലൂർ രാമൻകുട്ടി മാരാർ, ചേരാനെല്ലൂർ ശങ്കരൻകുട്ടൻ മാരാർ, സുഗപുരം രാധാകൃഷ്ണൻ, കൊടകര ഉണ്ണി, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് IR രാജൻ, പൂനിലാർക്കാവ് ദേവസ്വം സെക്രട്ടറി E രവീന്ദ്രൻ, പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാനിലയം ഉദയൻ നമ്പൂതിരി നയിച്ച ഗോപുരത്തിങ്കൽ പാണ്ഡിമേളം നടന്നു. പാലപ്പിള്ളിയിൽ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയെടുത്ത 4 പേരുടെ പേരിൽ കേസെടുത്തു. തിരുവനന്തപുരം സ്വദേശികളായ വിനോദ്, ഷിബു, സന്തോഷ് കുമാർ, ഹരി എന്നിവരുടെ പേരിലാണ് വനംവകുപ്പ് അധികൃതർ കേസെടുത്തത്. പാലപ്പിള്ളി തോട്ടത്തിൽ കരാറടിസ്ഥാനത്തിൽ ടാപ്പിംഗ് ജോലിക്കെത്തിയ ഇവർ ഒളിവിലാണ്. ഈ മാസം 6-നായിരുന്നു സംഭവം. പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു. സാമൂഹ്യമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെയാണ് വനംവകുപ്പ് സംഭവം അറിയുന്നത്. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായി പാലപ്പിള്ളി റേഞ്ച് ഓഫീസർ അറിയിച്ചു. ഇനി വാണിജ്യം. എല്ലാ കാർഷികേതര ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന മൾട്ടി വെൽത്ത് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രമായ അഗ്രോ കോപ്സ് അന്തിക്കാട് പ്രവർത്തനം ആരംഭിച്ചു.
അന്തിക്കാട് റോയൽ ആർക്കേഡ് ബിൽഡിംഗിൽ ആരംഭിച്ച അഗ്രോകോപ്സ് ഔട്ട്ലെറ്റ് മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന അദ്ദേഹത്തിൽ നിന്ന് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് ഏറ്റുവാങ്ങി. അന്തിക്കാട് പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കമ്പനി വയനാടിന് കൈത്താങ്ങായി നൽകിയ സംഭാവന കമ്പനി ഡയറക്ടർ എ ജെ ഹിമൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദിന് കൈമാറി. മൾട്ടി വെൽത്ത് ക്യാപിറ്റൽ ഡയറക്ടർ രാഹുൽ എസ് മേനോൻ അധ്യക്ഷത വഹിച്ചു. മൾട്ടി വെൽത്ത് ക്യാപിറ്റൽ ഡയറക്ടർ പി എസ് അനൂപ്, അന്തിക്കാട് എസ് ഐ ജോസി ജോസ്, കൃഷി ഓഫീസർ കെ എസ് ശ്വേത, വാർഡ് മെമ്പർ ശരണ്യ രജീഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഉയർന്ന ഗുണനിലവാരമുള്ള ജൈവവളങ്ങൾ, പ്രീമിയം കാർഷിക ഉപകരണങ്ങൾ, മുന്തിയ ഇനം വിത്തുകൾ, ഹൈബ്രിഡ് തൈകൾ എന്നിവ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനൊപ്പം പരിസ്ഥിതി സൗഹാർദ്ദ ഉപകരണങ്ങൾ, സോളാർ ഫെൻസിംഗ്, മഴമറ, ഹൈഡ്രോപോണിക്സ്, നൂതന ജലസേചന രീതികൾ, പ്രിസിഷൻ അഗ്രികൾച്ചർ തുടങ്ങി സേവനങ്ങളും പരിശീലന പരിപാടികളും അഗ്രോകോപ്സ് ലഭ്യമാക്കുന്നു. കൂടാതെ കർഷകരുടെ പ്രാദേശിക കാർഷികേതര ഉൽപ്പന്നങ്ങൾ സ്വന്തം ഔട്ട്ലെറ്റുകളിലൂടെയും www.agrocoops.online എന്ന കാർഷിക ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെയും വിപണനം ചെയ്യാനുള്ള അവസരവും കമ്പനി ഒരുക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9995922787. ആരോഗ്യമുള്ള ചർമ്മത്തിനും മുടി സംരക്ഷണത്തിനും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ എവർ യങ് കോസ്മെറ്റിക് ക്ലിനിക് കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാളമുറി ബീച്ച് റോഡിൽ നോബിൾ പാലസിന് എതിർവശത്തെ കെട്ടിടത്തിൽ ആരംഭിച്ച എവർ യങ് കോസ്മെറ്റിക് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ MLA നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വാർഡ് മെമ്പർ പ്രജീന റഫീഖ്, സ്ഥാപന ഉടമകളായ ഡോക്ടർ ശരത്, ഡോക്ടർ ശ്രുതി, അഡ്വക്കേറ്റ് ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ഡോക്ടർ ശരത്, ഡോക്ടർ ശ്രുതി എന്നിവർ ഇ ടി ടൈസൺ MLAക്ക് കൈമാറി. ആരോഗ്യമുള്ള ചർമ്മത്തിനും മുടി സംരക്ഷണത്തിനുമായി നിരവധി ചികിത്സാ രീതികളാണ് എവർ യങ് കോസ്മെറ്റിക് ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുള്ളത്. ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് വിഭാഗത്തിൽ ഡീപ് ക്ലീനിംഗ് ഫേഷ്യൽസ്, ഹൈഡ്രേറ്റിംഗ് ഫേഷ്യൽസ്, ആന്റി ഏജിംഗ് ഫേഷ്യൽസ്, ആഗ്നെ ഫേഷ്യൽസ്, ഓക്സിജൻ ഫേഷ്യൽസ്, കെമിക്കൽ പീൽസ്, ഹെയർ ട്രീറ്റ്മെന്റിൽ PRP, GFC, മൈക്രോ നീഡ്ലിംഗ്, മെഡിക്കേഷൻ, ഡയറ്റ് കൗൺസിലിംഗ്, കൂടാതെ സ്കിൻ പോളിഷിംഗ്, മൈക്രോ ഡെർമാബ്രേഷൻ, മൈക്രോ നീഡ്ലിംഗ് വിത്ത് ഫേഷ്യൽ PRP, സ്കിൻ ടൈറ്റനിങ് തുടങ്ങിയ ട്രീറ്റ്മെന്റുകൾ ഇവിടെ ചെയ്തു വരുന്നു. നമ്മളിവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിനും നിങ്ങളുടെ ഹെയറിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെന്റ്സ് ആണ്. സ്കിന്നും ഹെയറിനെയും കൂടുതൽ ഹെൽത്തി ആക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8136803303 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53440 രൂപ, വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3186 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തിയ പണിമുടക്കിൽ ആരോഗ്യമേഖല സ്തംഭിച്ചു. ജില്ലയിൽ IMAയുടെ നേതൃത്വത്തിൽ പണിമുടക്കിയ ഡോക്ടർമാർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. വെള്ളപ്പൊക്കം മൂലം നഷ്ടം സംഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വെള്ളപ്പൊക്കത്തെ മനുഷ്യനിർമ്മിത പ്രളയമെന്ന രീതിയിൽ പ്രചരണം നടത്തുന്നത് ശരിയല്ലെന്ന് മന്ത്രി. പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് നേരെ ആക്രമണം. ബൈക്കിലെത്തിയ സംഘം ഹെൽമറ്റ് കൊണ്ട് ബസിന്റെ ചില്ല് തകർത്തു. ചിറയ്ക്കലിൽ വീട് കുത്തി തുറന്ന 20 പവൻ കവർന്നു. ചിറയ്ക്കൽ കിടങ്ങാശ്ശേരി മൊയ്തീൻ ഷായുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കാരണം താണിശ്ശേരിയിൽ ക്ഷേത്രത്തിൽ മോഷണം. വെള്ളറക്കാട് മാത്തൂർ പാടത്തിനു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. കാഞ്ഞാണിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. വീട്ടുപറമ്പിലെ വാഴത്തോട്ടം കാട്ടാനകൾ നശിപ്പിച്ചു. വീടിന് മുൻഭാഗത്തെ മതിലും ആനകൾ തകർത്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.